ഹായ്. നമുക്ക് അന്യ ആൾക്കാരെ ഉപദേശിക്കാൻ ഭയങ്കര താല്പര്യമുള്ളവരാണ്. അടുത്ത ആൾക്കാരെ, മറ്റുള്ളവരെ നമ്മൾ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുന്നവരാണ്. എന്നാൽ സ്വന്തം മക്കളടുത്ത് നമ്മൾ ഉപദേശിക്കൂല. സ്വന്തം മക്കൾ എന്ത് ചെയ്യുന്നത് അത് നല്ലതാണ്, അന്യ മക്കളെല്ലാം ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അന്യ ഭാര്യയും ഭർത്താവും ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങളങ്ങനെ ചെയ്യരുത്, ആനയാണ് ചേനയാണ്. ഉപദേശം, ഭയങ്കര ഉപദേശികളാണ് നമ്മൾ. എന്നിട്ടോ സ്വന്തം കാര്യം വരുമ്പോൾ ഇന്ന് ചിലയിടത്ത് തല്ലുന്നത് എന്ത് കാരണം കൊണ്ടാണ് തല്ലുന്നത്? വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. അതാണ് ഇവിടെ ഒന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പറയും, രണ്ട് പറയുമ്പോൾ ഇവിടെ മൂന്ന് പറയും. അതാണ്, വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറില്ല. ഞാനൊരു സഹോദരി ഭയങ്കര ഉപദേശിയാ, ഭാര്യയും ഭർത്താവും ഉപദേശിക്കുന്നതാണ്. സെറ്റാ ബോക്സ് കൊണ്ടൊന്ന് തലയ്ക്ക് അടിച്ചപ്പം പുള്ളിക്കാരി കംപ്ലൈൻറ്റ് കൊടുത്തു. അത് പുള്ളിക്കാരിക്ക് ഒരു 2 മണിക്കൂർ ക്ഷമിച്ചാൽ പോരെ, അല്ലെ 2 ദിവസം ക്ഷമിച്ചാൽ പോരെ? സ്വന്തം കാര്യം വരുമ്പോൾ ആരും ക്ഷമിക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ എന്തിനാ ഈ ഉപദേശിച്ചിട്ട് ഈ നാട്ടുകാർ നിങ്ങളെ കളിയാക്കുക? നാട്ടുകാർ നിങ്ങളെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. നിങ്ങളത് കേൾക്കുന്നില്ലെന്നുള്ളൂ. ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തോരം ആൾക്കാർ കളിയാക്കുന്നു. നമ്മളെ കാര്യം നോക്കി അങ്ങനെ ഒരുപാട് മറ്റിടത്ത് ഉപദേശിക്കാൻ പോകുന്നതാണ് നമ്മൾ. തെറ്റിത്തരന്മാരാണ്. എന്തിനാ നമ്മൾ ഉപദേശിക്കാൻ പോകുന്നത്? ഇന്നത്തെ കാലത്ത് മക്കളെ തന്നെ ഉപദേശിക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞ് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും അവർ. അപ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകുന്നത്. ഇന്ന് ഒരു പെണ്ണ് പറയുന്ന കേട്ടു, സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്ക് ചെരുപ്പെടുത്തടിക്കണമെന്ന്. ഞാൻ പറഞ്ഞ പെണ്ണുള്ള തന്തയും തള്ളമാരെ ആദ്യം ചെരുപ്പെടുത്ത് അടിക്കണമെന്നാണ്. അവരെ തീട്ട മുക്കി ചൂല് കൊണ്ട് തീട്ട മുക്കി അടിക്കണമെന്നാണ്. ഞാനൊരു ബ്രോക്കറായിരുന്നു. എൻ്റെ അടുത്ത് ചെറുപ്പക്കാർ പറയും സ്ത്രീധനമൊന്നും വേണ്ട, പെണ്ണ് പറഞ്ഞാൽ കേട്ടാൽ മതി. അങ്ങനെ ഞാൻ കല്യാണത്തിന് ഒഴിച്ചു കൊടുത്തപ്പം സ്ത്രീധനം തരൂല. ചില ബ്രോക്കർമാരുണ്ട് 10 ലക്ഷം 20 ലക്ഷം വേണം, എന്നാലേ ചെറുക്കന് കല്യാണം കഴിക്കുള്ളൂ. കാരണം അവരുടെ കമ്മീഷനാണ്. നമ്മളങ്ങനെയല്ല. അതേ പെണ്ണിനെ കെട്ടിച്ചാൽ ഇല്ലെങ്കിലും ഇത്ര രൂപ എനിക്ക് കമ്മീഷൻ വേണം. അവിടെ ഞാൻ സ്ത്രീധനത്തിൻ്റെ കാര്യം വല്ല പേശൂല. ഇതിൽ എത്ര ചെറുപ്പക്കാർ സ്ത്രീധനം വേണ്ടാന്ന് പറയുവാണെങ്കിലും ഈ തന്തയും തള്ളയും എന്നിട്ട് കടം വാങ്ങിച്ചിട്ട് കെട്ടിച്ചു കൊടുക്കുന്നവരുണ്ട്. എന്തിന് കടം വാങ്ങിച്ച് കെട്ടിച്ചു കൊടുക്കുന്നത്? കടം വാങ്ങിച്ച് കെട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങളെ മോക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു തരി സ്വർണം മതിയെന്നേ. ആഡംബര കല്യാണം നടത്തണം, അവിടെ ഇവിടെ നിന്ന് പലിശക്ക് എടുത്തിട്ടാണ് കല്യാണം നടത്തുന്നത്. എന്നിട്ട് പേരാർക്കാ? കെട്ടാൻ പറ്റുന്ന ചെറുക്കനാ. ഇന്ന് ഏത് ചെറുക്കന്മാരാ സ്ത്രീധനം പറയുന്നത് ചോദിക്കുന്നു? സാധാരണ ഒരു ചെറുപ്പക്കാരനും സ്ത്രീധനം ചോദിക്കുന്നില്ല. സ്ത്രീധനം നിങ്ങൾ തന്നെ കൊടുക്കുന്നു. 101 പവനും 201 പവനും വാരി അങ്ങ് കൊടുക്കുക. അപ്പം കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ്? അവർ കിട്ടുന്നത് കിട്ടിക്കോട്ടെന്ന് പറയും. നിങ്ങൾ സ്ത്രീധനം എന്തിനാ കൊടുക്കണത്? നിങ്ങൾ തന്നെ വാരിക്കോരി കൊടുക്കുക. എന്നിട്ട് കെട്ടാൻ പോകുന്നവരെ കുറ്റം പറയുന്നത്. എന്നിട്ട് രാത്രി ആകുമ്പോൾ അവിടെ അടിയാ. സ്ത്രീധനം വാങ്ങിച്ച അപ്പം ഇവള് പറയും ഞാൻ ഇത്രയും കൊണ്ടുവന്നില്ലേ.
ഞാൻ ചോദിച്ചോന്ന് ചോദിക്കും, അപ്പം തമ്മിലടി. ഇങ്ങനെയാണ് ഓരോ തർക്കം നടക്കുന്നത് വീട്ടുകളിൽ. ഓരോ തർക്കം നടക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ വേറെ വല്ലവരും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഈ കെട്ടിയ പെണ്ണുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിതിരിക്കും. അടുത്ത വീട്ടുകാർ വഴിതിരിക്കും. അപ്പം കെട്ടിയവരെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ അടിപിടി നടക്കും. അപ്പം നിങ്ങളെ ഉപദേശമൊന്നും അവിടെ നടക്കൂല കേട്ടോ. ഓരോ വീട്ടിൽ ഓരോരോ കാര്യങ്ങളാണ് നടക്കുന്നത്. ഓരോ വീട്ടിൽ ഓരോരോ വഴക്കാണ് നടക്കുന്നത്. ആ വഴക്കിന് വേറെ വേറെ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളെ ഈ ഉപദേശമൊന്നും അവിടെ നടക്കൂല. അതിൽ ചില പരമാവധി ഓരോരോ വ്യത്യാസങ്ങളായിട്ടുള്ള വഴക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ സഹോദര സഹോദരി, നിങ്ങളെ മയക്കും പിടിച്ചോണ്ട് ഉപദേശമൊന്നും നടക്കൂല. അമ്മായിയമ്മ പോരുണ്ടാവും, നാത്തൂൻ പോരുണ്ടാവും, ഭർത്താവിൻ്റെ പോരുണ്ടാവും. പല പല രീതിയിലൊക്കെ വഴക്കുകൾ നടക്കുന്നുണ്ട്. എന്നിട്ട് അവർ അടി കൊണ്ടുകൊണ്ട് അവിടെ ഇരിക്കണോ, ക്ഷമിക്കണോ? അപ്പം അതിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ വഴക്ക് കൂടും. അപ്പം നിങ്ങളെ ഉപദേശമൊന്നും അവിടെ നടക്കൂല. നിസ്സാരം കണ്ടില്ല, ഒരു സെറ്റ് ബോക്സ് അടിച്ചപ്പം നിങ്ങൾ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ തന്നെ ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അടുത്തവൻ്റെ അമ്മ പങ്ങന്മാർക്ക് പ്രാന്ത് വരുന്നത് കണ്ട് രസിക്കാൻ നല്ല രസമാണ്. സ്വന്തമായിട്ട് വരുമ്പോഴാണ് വിഷമം തോന്നുന്നത്. അടുത്തവരുടെ വീട്ടിൽ എന്തെല്ലാം അടുത്തവരെ താത്തിക്കെട്ടാൻ നോക്കുന്നു, അത്ര താത്തിക്കെട്ടുന്നവരെ ലാസ്റ്റ് നിങ്ങളെ വീട്ടിൽ ഇതിനേക്കാളും വലിയ താഴ്പ്പായിരിക്കും വരുന്നത്. ചിന്തിക്കുക. മനസ്സമാധാനം വേണമെങ്കിൽ നമ്മൾ പരസ്പരം ഒന്ന് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. അവിടെ നിന്ന് വരുവാണെങ്കിൽ അവിടെ പറഞ്ഞ് തീർക്കട്ടെ. ഇപ്പം നമ്മൾ നമ്മൾ ഭാര്യയും ഭർത്താവായിട്ട് വഴക്ക് കൂടുവാണെങ്കിൽ ഒരാൾ മിണ്ടായിരിക്കുക, പിന്നെ വേറൊരു ചാൻസ് കിട്ടുമ്പോൾ ഈ വാക്കിൽ അങ്ങ് പ്രതികരിക്കുക. അപ്പോൾ വഴക്കുണ്ടാവില്ല. ഈ രണ്ടും കൂടി ആകുമ്പോഴാണ് തീക്കൊള്ളിയും അതിൻ്റെ മാക്സ് ബോക്സും കൂടി ഉരയ്ക്കുമ്പോഴാണ് തീ വരുന്നത്. അപ്പോൾ നമ്മളെന്താണ്, കുറച്ച് ദിവസം കൂടി ജീവിക്കണമെങ്കിൽ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യണം. ഒരാൾ രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ അവിടെ അടിയുണ്ടാവും, പഴക്കുണ്ടാവും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം തന്തനെ വഴക്ക് പറയുമ്പോൾ മോക്ക് ഇഷ്ടപ്പെടില്ല, അമ്മനെ വഴക്ക് പറയുമ്പോൾ മോൻ ഇഷ്ടപ്പെടില്ല. അതൊക്കെയാണ് വ്യത്യാസം. ജീവിതം ഒന്നേ ഉള്ളൂ. പരമാവധി അടുത്തവരെ കണ്ട് കളിയാക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് നാളെ ഈ ദുരന്തം വരും. അടുത്തവരെ കളിയാക്കാൻ നിൽക്കരുത്, അത്രേ ഉള്ളൂ.